നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ്, പരീക്ഷ നടക്കുന്ന ഡേറ്റിന്റെ അപ്ഡേറ്റ്, അതായത് നിങ്ങളുടെ ഒരു ട്രേഡിന്റെയും പരീക്ഷ എപ്പോൾ നടക്കും തുടങ്ങിയ എല്ലാ അപ്ഡേറ്റുകളും നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ ആർമി അഗ്നിവീർ GDന്റെ പരീക്ഷയാണ് ആദ്യം നടക്കുന്നത്. GD എന്ന് പറയുമ്പോൾ WMP കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു PDF കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നത്. വുമൺ മിലിറ്ററി പോലീസും കൂടിയുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകൾക്ക് ആർമി അഗ്നിവീർ, അതുപോലെ തന്നെ അഗ്നിവീർ GD, പിന്നെ വുമൺ മിലിറ്ററി പോലീസിനൊക്കെ അപേക്ഷിച്ച് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് നമ്മൾ മുൻപ് ചോദിച്ചിട്ടില്ല, ആവർത്തിച്ച് ചോദിക്കുന്ന PYQ എന്ന് പറയാം, എങ്കിലും ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. GKയിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിൽ നിന്നും കൂട്ടി വരുമ്പോൾ 110 അടുത്ത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് PDF ആണിത്. അപ്പോൾ ഇതിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ GK ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞു, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ജനറൽ സയൻസിന്റെ 25 ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ജനറൽ സയൻസ് കഴിഞ്ഞ 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ മാത്സിൽ നിന്ന് വന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ ഹൈലി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട്. അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. ഇതേ ചോദ്യം മറ്റൊരു രീതിയിലാണ് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പോകുന്നത്. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റീസണിങ്ങിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ പെയിന്റർ എന്ന് പറയുന്നത് കോഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കോഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബിൽഡർ എന്നുള്ളത് എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ്, നമുക്ക് കറക്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന കാര്യം. അത്ര ഒരു സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് തന്നെ മറ്റ് രീതിയിൽ, ഇപ്പം ഇവിടെ പെയിന്റർ എന്നുള്ളതാണെങ്കിൽ മേ ബി അത് വെൽഡർ ആകാം, അല്ലെങ്കിൽ കാർപ്പൻറ്റർ ആകാം, അങ്ങനെ എന്ത് വേണ്ടെങ്കിലും കോഡ് ചെയ്യാനായിട്ട് വരും. ഇവിടെ നമുക്ക് റിപ്പീറ്റ് പുറകോട്ടുള്ള ഓരോ അക്ഷരം ആദ്യം എടുത്ത് എഴുതിയതാണെങ്കിൽ നേരെ മറിച്ച് അടുത്തതിൽ ഇപ്പം P-ന്ന് 1+, അതേപോലെ തന്നെ A-ന്ന് 1+ കൂട്ടി B എഴുതി, അങ്ങനെയായിരിക്കും മറ്റൊരു കോഡിന്റെ രൂപം വരും. അപ്പോൾ ഈ കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ അത് ഹൈലി നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റീസണിംഗ് ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഒരുപാട് പേര് ഇതിനകം വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓൺലി അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് അഗ്നിവീർ GD അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള ട്രേഡിലേക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അതിൽ 24 റുപ്പീസ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ആ വാട്സപ്പ് അക്കൗണ്ടിലെത്തും. അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ GD എന്ന് കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക. ആർമി അഗ്നിവീർ GD എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വുമൺ മിലിറ്ററി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടുന്നതായിരിക്കും. നിലവിൽ വുമൺ മിലിറ്ററി, അതുപോലെ തന്നെ NDA, പിന്നെ ആർമി അഗ്നിവീർ GD, ഇതിൻ്റെ PDF ആണ് നമ്മുടെ കൈവശം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇന്ത്യൻ ആർമീൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം, അതായത് അഡ്മിറ്റ് കാർഡ് തുടങ്ങിയ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിലാണ് പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും നമ്മുടെ പരീക്ഷാ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിന് മുൻപായിട്ട് പറയട്ടെ, ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ആദ്യമേ വന്ന ഉടനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനാണ് എല്ലാവരും അറിയിക്കുന്നത്. എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അനന്തു എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ആ PDF വാങ്ങുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം വന്നിട്ട് ഈ ഒരു കാര്യം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ പേരും കൂടി മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും, അഡ്മിറ്റ് കാർഡ് ഫോർ കാൻഡിഡേറ്റ് അപ്പിയറിംഗ് ഫോർ ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ 2025 ആൻഡ് 2026 എക്സാമാണ് നടക്കാനായിട്ട് പോകുന്നത്. ഷെഡ്യൂൾ നമ്മുടെ 30 ജൂൺ 2025 മുതൽ 10 ജൂലൈ 2025 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. വിൽ ബി അപ്ലോഡ് 14 ദിവസം മുൻപാണ് പറഞ്ഞിട്ടുള്ളത് ടു കണ്ടക്ട് ഓഫ് എക്സാം നടക്കുന്നതിൻ്റെ 14 ദിവസം മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. 14 ദിവസം മുമ്പ്. ഇനി എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. സോ ഇതാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ ഓഫ് ഓൺലൈൻ CEE, അതായത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് 2025-26. ആദ്യം തന്നെ നടക്കുന്നത് നമ്മുടെ ജനറൽ ഡ്യൂട്ടിൻ്റെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് GDൻ്റെ, നമ്മളിപ്പോൾ PDFൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു PDF വാങ്ങിയവർ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യം, എക്സാം എഴുതിയിട്ട് നമ്മൾ തന്നിട്ടുള്ള PDFിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോശം അഭിപ്രായമാണെങ്കിലും നല്ല അഭിപ്രായമാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്നെ അറിയിക്കണം. എങ്കിലേ നമുക്ക് തുടർന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്, GDൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 30 ജൂൺ മുതൽ 25 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 30 ജൂൺ 2025 മുതൽ 3 ജൂലൈ 2025 വരെയാണ് നടക്കുന്നത്. 60 മിനിറ്റിൻ്റെ പരീക്ഷയാണ് പറയുന്നത്. 16 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 16 ജൂൺ 2025 നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് GD ട്രേഡിലേക്ക് അപേക്ഷിച്ചവർക്ക് 30-ാം തീയതി പരീക്ഷ നടക്കുകയാണെങ്കിൽ 16 ജൂൺ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിറ്റ് കാർഡ് വരും. ഇനി 1-ാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ, അതായത് നേരെ മറിച്ച് അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ദിവസം, ഇനി 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതിയൊക്കെയാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ അഡ്മിറ്റ് കാർഡ് 1-2 ദിവസം ഡിലേ ആയിട്ടേ വരത്തുള്ളൂ. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷയുടെ 14 ദിവസം മുമ്പ് മാത്രമേ
അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ട്രേഡ്സ്മാൻ 10th പാസിൻ്റെ എക്സാം ഡേറ്റ് കാണാൻ സാധിക്കും 3 മുതൽ 4 ജൂലൈ 2025 വരെയാണ്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് 18 ജൂൺ 2025 റിലീസ് ചെയ്യും. എല്ലാത്തിനും 60 മിനിറ്റാണ് പരീക്ഷയ്ക്ക് സമയം ലഭിക്കുന്നത്. പിന്നെ അഗ്നിവീർ ടെക്നിക്കൽ കാണാൻ സാധിക്കും, അതിൻ്റെ 4 ജൂലൈ 2025 എക്സാം നടക്കുന്നത്. 19 ജൂണിന് അഡ്മിറ്റ് കാർഡ് വരും. പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് കാണാൻ സാധിക്കുന്നതാണ്, അതിൻ്റെ 7 ജൂലൈനാണ് പരീക്ഷ നടക്കുന്നത്. 23 ജൂണിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അഗ്നിവീർ വുമൺ മിലിറ്ററി പോലീസ് അതിൻ്റെ PDF നമ്മൾ നൽകുന്നുണ്ട്. PDF അഗ്നിവീർ വുമൺ മിലിറ്ററി GDൻ്റെയും അതുപോലെ തന്നെ അഗ്നിവീർ GD ജനറൽ ഡ്യൂട്ടീൻ്റെയുമാണ് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം നമ്മുടെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ എക്സാം 17 ജൂലൈ 2025 തന്നെയാണ് നടക്കുന്നത്. 23 ജൂൺ 2025 അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾ ഇവിടെ നോക്കുക കേട്ടോ. ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് മാത്രം പറഞ്ഞ് കൃത്യമായി നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അതുപോലെ തന്നെ സോൾജർ ടെക്കിൻ്റെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 8 ജൂലൈയിലാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹവിൽദാർ എഡ്യൂക്കേഷൻ സ്ട്രീമിലേക്ക് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 8 ജൂലൈയിലാണ് നടക്കുന്നത്. ഷിപ്പായി ഫാർമേര നടക്കുന്നത് 9 ജൂലൈയിലാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള JCO പോസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പരീക്ഷ 9 ജൂലൈയിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ JCO കാറ്ററിംഗ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 9 ജൂലൈയിൽ നടക്കും. അതുപോലെ ഹവിൽദാർ ഇവിടെ മറ്റൊരു പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ്, അതിൻ്റെ 9 ജൂലൈയിലാണ് നടക്കുന്നത്. പിന്നെ അഗ്നിവീർ ക്ലർക്ക് അതുപോലെ തന്നെ SKT എന്ന് കാണാൻ സാധിക്കുന്നതാണ്, 10 ജൂലൈയിലാണ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ ക്ലർക്ക് SAT ടൈപ്പിംഗ് ടെസ്റ്റ് കാണാൻ സാധിക്കും, അതിൻ്റെ 10 ജൂലൈയിലാണ് അതിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ പരീക്ഷയുടെ ഡ്യൂറേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന സമയവും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെയും PDF ആണ് നിലവിൽ ചോദിക്കാൻ സാധ്യതയുള്ള PDF ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ PDF ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് വിൽ ബി ഇൻറ്റിമേറ്റഡ് ത്രൂ SMS. അതായത് നിങ്ങൾക്ക് SMS അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ SMS ത്രൂ മെയിൽ ത്രൂ ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. SMS ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ SMS മുഖാന്തരം നിങ്ങൾക്ക് ആ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും അഡ്മിറ്റ് കാർഡ് റിലീസായി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട.